ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ പിടിച്ച വണ്ടിയുടെ ഫുൾ എഞ്ചിൻ ഫിറ്റിങ്ങിൻ്റെ പാർട്ട് 8 വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ ഇന്ന്. ഇതുവരെ പബ്ലിഷ് ചെയ്ത 7 വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അതുപോലെ തുടർ വീഡിയോകളുടെയും ലിങ്കുകൾ പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സിലിണ്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപായി ഒരല്പം എൻജിൻ ഓയിൽ എടുത്ത് സിലിണ്ടറിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ നന്നായി തുടച്ചു കൊടുക്കണം. പിസ്റ്റൺ റിങ്ങുകൾ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ള വീഡിയോ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാർട്ട് 7 വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. പിസ്റ്റണിൻ്റെ മുകൾ ഭാഗത്തായി IN എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന് തൊട്ട് ഇടത് ഭാഗത്തായിട്ടാണ് നമുക്ക് പിസ്റ്റൺ പിന്നിൻ്റെ ലോക്ക് ക്ലിപ്പ് ഇടേണ്ടത്. ഈ കാണുന്ന ഗ്രൂവിലാണ് ലോക്ക് ക്ലിപ്പ് വരേണ്ടത്. ഇവിടെ പിസ്റ്റൺ പിന്നിൻ്റെ ലോക്ക് ക്ലിപ്പ് ഇടുന്നതിന് വേണ്ടി അതിൻ്റെ ഒരറ്റം ഗ്രൂവിലേക്ക് ഇതുപോലെ കടത്തി വെച്ചതിന് ശേഷം ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ തിക്കി കൊടുത്താൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. ഇപ്പോൾ പിന്നിൻ്റെ ലോക്ക് പെർഫെക്റ്റ് സീറ്റിങ്ങിലായി ഗ്രൂവിലിരിക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്. ഗ്രൂവിൽ അത് പെർഫെക്റ്റ് സീറ്റിങ്ങിലാണ്. ഇപ്പോൾ 5 റിങ്ങുകളും ഇട്ട പിസ്റ്റൺ നമുക്കിനി സിലിണ്ടറിനുള്ളിലേക്ക് ഇടാനുണ്ട്. ഇവിടെ IN എന്ന് എഴുതിയിരിക്കുന്നത് ഇൻലെറ്റ് വാൽവിൻ്റെ ഭാഗത്ത് വരണം എന്നുള്ള കാര്യമാണ്. IN എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് സിലിണ്ടറിലേക്ക് പിസ്റ്റൺ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങാം. ടൈമിംഗ് ചെയിൻ വരുന്ന ഭാഗം സിലിണ്ടറിൻ്റെ ഇടത് ഭാഗത്ത് തന്നെ വരുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. സിലിണ്ടറിൻ്റെ വശം മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിസ്റ്റൺ റിങ്ങുകളുടെ പൊസിഷൻ മാറാത്ത രീതിയിൽ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിങ്ങുകളുടെ സൈഡിൽ മെല്ലെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പിസ്റ്റൺ സിലിണ്ടറിനുള്ളിലേക്ക് ഇതുപോലെ കടത്താം. ഇനി നമുക്ക് സിലിണ്ടറിലെ ടൈമിംഗ് ചെയിൻ വരുന്ന ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായി പിസ്റ്റണിൻ്റെ ഹോളിലൂടെ പിൻ നമുക്ക് ഇതുപോലെ മെല്ലെ പ്രസ് ചെയ്ത് കയറ്റാം. പിസ്റ്റൺ പിന്നിൻ്റെ ലോക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതുകൊണ്ട് ഈ സൈഡിലൂടെ മാത്രമേ പിന്ന് ഇതുപോലെ തള്ളി കയറ്റാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വശം മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സിലിണ്ടർ പൊസിഷൻ ഇതുപോലെ തന്നെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നർത്ഥം. പിസ്റ്റൺ പിൻ പൂർണ്ണമായും തള്ളി കയറ്റേണ്ടതില്ല. ഇനി ഒരല്പം അനാബോണ്ട് അഥവാ ലിക്വിഡ് ഗ്യാസ്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് എൻജിൻ കേസിൽ ഇതുപോലെ നേരിയ തോതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡബൽ പിന്ന് അഥവാ സ്റ്റഡി പിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പിന്ന് നമുക്കിനി സ്റ്റഡിലൂടെ മുകളിലും തൊട്ട് താഴെയുമായി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇതിനുശേഷം ഒറിജിനൽ സിലിണ്ടർ കിറ്റിൻ്റെ കൂടെ ഉണ്ടായ പാക്കിങ്, അതായത് പേപ്പർ പാക്കിങ്, നമുക്ക് അതിൻ്റെ നീല ഭാഗം താഴെ വരുന്ന രീതിയിൽ, അതായത് മഞ്ഞ ഭാഗം പുറമേ വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ പെർഫെക്റ്റ് സീറ്റിംഗ് ആക്കുമ്പോൾ ടൈമിംഗ് ചെയിൻ ഇതുപോലെ പാക്കിങ്ങിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാൻ വിട്ടുപോകരുത്. പണി എളുപ്പമാക്കാനായി നമുക്ക് ടൈമിംഗ് ചെയിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു വൈൻഡിങ് വയറോ മറ്റോ ഉപയോഗിച്ച് കെട്ടിവെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിനുള്ളിലൂടെ ഇനി നമുക്ക് കോർത്തെടുക്കുന്നതിൽ എളുപ്പമുണ്ടാകും. പാക്കിങ്ങിന് മുകളിലൂടെ ഒരല്പം കൂടി അനാബോണ്ട് ചുറ്റിലുമായി നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരല്പം മുമ്പ് സെറ്റ് ചെയ്ത് വെച്ച സിലിണ്ടർ പിസ്റ്റൺ അസംബ്ലി നമുക്ക് 4 സ്റ്റഡിനുള്ളിലൂടെ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങാം. സിലിണ്ടർ പൂർണ്ണമായും പ്രസ് ചെയ്ത് വെക്കുന്നതിന് മുൻപായി നമുക്ക് ടൈമിംഗ് ചെയിൻ അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാൻ മറന്നു പോകരുത്. കൂടുതൽ എളുപ്പത്തിനായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൈമിംഗ് ചെയിൻ ഞാനൊരു വൈൻഡിങ് വയർ വെച്ച് കോർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണക്റ്റിംഗ് റോഡിൻ്റെ ഈ കാണുന്ന ഹോളിനുള്ളിലൂടെ പിസ്റ്റൺ പിന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കടത്തി വെക്കണം. ഇനി ഈ ഭാഗത്ത് വരുന്ന പിസ്റ്റൺ പിന്നിൻ്റെ ലോക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന പിസ്റ്റൺ പിന്ന് ലോക്ക് നമ്മൾ സിലിണ്ടർ ഇൻസ്റ്റാളേഷന് മുൻപ് ഇട്ട് കൊടുത്തത് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. ഈ ഭാഗത്തുള്ള പിസ്റ്റൺ ലോക്കും ഇപ്പോൾ അതിൻ്റെ ഗ്രൂവിൽ പെർഫെക്റ്റ് സീറ്റിങ്ങിലായി. ഇനി നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ അസംബിൾ ഇതുപോലെ മെല്ലെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കയറ്റാം. ഇനി ടൈമിംഗ് ചെയിൻ്റെ താഴെ വരുന്ന ഗൈഡ് നമുക്ക്
ഇതുപോലെ ഈ ഗ്രൂവിനുള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കണം. ടൈമിംഗ് ചെയിൻ ഗൈഡ് ഇതുപോലെ പ്രോപ്പർ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഒരല്പം മനാബോണ്ട് അഥവാ ലിക്വിഡ് ഗാസ്കറ്റ് നമുക്ക് സിലിണ്ടർ ബ്ലോക്കിൻ്റെ മുകളിലൂടെ ചെറിയ തോതിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന മെറ്റൽ ഗാസ്കറ്റ് ഇടുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഇതുപോലെ തന്നെ വരണം. പൊസിഷൻ തിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ടൈമിംഗ് ചെയിൻ ഇങ്ങനെ കോർത്തെടുക്കാനും മറന്നു പോകരുത്. കംപ്രഷൻ ഗാസ്കറ്റ് അഥവാ മെറ്റൽ ഗാസ്കറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് 2 സ്റ്റഡി പിൻ അഥവാ ഡവൽ പിന്നുകളാണ് ഇടാനുള്ളത്. ഒന്ന് ഇതും അതിന് നേരെ ഡയഗണലി ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഈ കാണുന്ന സ്റ്റഡിലൂടെയുമാണ് നമുക്ക് ഇടാനുള്ളത്. അതിനുശേഷം ഒരല്പം കൂടി നമുക്ക് അനാബോണ്ട് അഥവാ ലിക്വിഡ് ഗാസ്കറ്റ് അതിൻ്റെ മുകളിലൂടെ ചെറിയ തോതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് എൻജിൻ ഹെഡ് അസംബ്ലിയാണ്. വണ്ടിയുടെ എൻജിൻ ഹെഡ് ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് കരിയെല്ലാം കുത്തി വാൽവ് ഗ്രൈൻഡ് ചെയ്ത് പ്രോപ്പർ സീറ്റിങ്ങിലാക്കി കൊണ്ടുവന്നതാണ്. ഹെഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ടൈമിംഗ് ചെയിൻ ഇതുപോലെ ഉള്ളിലൂടെ കോർത്തെടുക്കാൻ മറന്നു പോകരുത്. ടൈമിംഗ് ചെയിൻ്റെ എൻഡ് ഭാഗം ഞാൻ ഒരല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു വൈൻഡിങ് വയർ ഉപയോഗിച്ച് കെട്ടിവെച്ചതുകൊണ്ട് ഹെഡിനുള്ളിലൂടെ കോർത്തെടുക്കാൻ വളരെ എളുപ്പമായി. ഇനി നമുക്ക് 4 സ്റ്റഡിലായി 4 വാഷറുകൾ ഇട്ട് കൊടുക്കാനുണ്ട്. 12 മില്ലിമീറ്ററിൻ്റെ 4 നട്ടുകൾ അതിനുശേഷം ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു 12 മില്ലിമീറ്റർ റിംഗ് സ്പാനറോ അല്ലെങ്കിൽ 12 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റ് മെയിൽ റോഡുമോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 4 നട്ടുകളും ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ സ്റ്റഡ് നട്ടുകൾ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഡയഗണലി ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന നട്ടുകൾ ആദ്യം ടൈറ്റ് ചെയ്യണം എന്നർത്ഥം. അതായത് ഈ നട്ട് ടൈറ്റ് ചെയ്താൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഇത് ടൈറ്റ് ചെയ്യണം എന്നർത്ഥം. ഇതുപോലെ നമുക്ക് 4 നട്ടുകളും ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വണ്ടിയുടെ ക്യാം ഷാഫ്റ്റിൽ വരുന്ന ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റ് പ്രോപ്പർ വാൽവ് ടൈമിങ്ങിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാൽവ് ടൈമിംഗ് സെറ്റ് ചെയ്ത് എൻജിൻ കവറെല്ലാം തിരികെ വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഫുൾ എൻജിൻ ഫിറ്റിംഗ് വീഡിയോ സീരീസ് അടുത്ത ഭാഗത്തിൽ അവസാനിപ്പിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്